ഇനി എത്രയൊക്കെ പാട്ട് പാടി തന്നു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ അക്ബറിനോട് ഞാൻ ക്ഷമിക്കില്ല, അക്ബറിന് ഞാൻ ക്ഷമ കൊടുക്കില്ല, മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രേണുസുതി. അക്ബർ പുറത്താവുമോ രേണുസുതി മാപ്പ് കൊടുത്തില്ലെങ്കിൽ? എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് അക്ബറിനെയും രേണുസുതിയുടെയും കാര്യം കൺവിൻസ് ചെയ്യാനായിട്ട് 2 ദിവസം കൊടുത്തത്? എന്താണ് സംഭവം അറിഞ്ഞോ? അതോടൊപ്പം തന്നെ അപ്പാനിയോട് ആർക്കോ ക്രഷ്. ബിഗ് ബോസ് വീടിനകത്ത് ലവ് സ്ട്രാറ്റജികൾ ഉയരുകയാണോ? എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കണ്ടന്റിന് ശോകമുഖമായ അവസ്ഥയാണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ ലൈവ് അപ്ഡേറ്റ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. മോർണിംഗ് 6 മണി മുതൽ 10 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ആക്ച്വലി ഇന്ന് എല്ലാ ദിവസവും മിക്ക ദിവസവും രാവിലെ 6 മണി 6:30 ഒക്കെ ആകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരുന്നത്. ഇന്ന് 7 മണിയൊക്കെ കഴിയുമ്പോഴാണ് നൈസായിട്ട് ഓരോരുത്തരും ഇത് എഴുന്നേറ്റ് വരുന്നത്. നോർമൽ സംസാരങ്ങൾ, മോർണിംഗ് സോങ് ഞങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ, ആ സോങ് ആണ്. അനീഷ് ഇത് തന്നെ പാടിക്കൊണ്ട് കുറേ നേരം നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രധാന വിഷയം ഈ പറയുന്നത് പോലെ കിച്ചണിലുള്ള 1-2 ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ. ആരൊക്കെ? അനീഷും ജിസേലുമായിട്ട് അനീഷ് ഇങ്ങനെ ചൊറിയുന്നു, ജിസേൽ എതി പോടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്ന വിഷയങ്ങൾ. അത് എടുത്തു പറയാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ല. മെയിൻ വിഷയം രേണുസുതിയും അക്ബറുമായിട്ടുള്ള കാര്യമാണ്. വഴക്കൊന്നും കൂടുന്നില്ല. പക്ഷെ രേണുസുതി മാപ്പ് കൊടുക്കില്ല എന്നുള്ളൊരു സാധനം ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും അതുപോലെ തന്നെ ബിന്നീരുടെ അടുത്തും ഷാരികയുടെ അടുത്തും ഒക്കെ പറഞ്ഞു, ഞാൻ മാപ്പ് കൊടുക്കില്ല. ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് ഞാൻ മറക്കത്തുമില്ല, അതിന് ഞാൻ മാപ്പ് കൊടുക്കത്തുമില്ല. ബിഗ് ബോസ് എന്നെ കൺഫഷൻ റൂമിൽ വിളിച്ച് 2 ദിവസം സമയം കഴിഞ്ഞിട്ട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ദിവസം സമയം വേണമെന്ന് ചോദിച്ചു. ഞാൻ 2 ദിവസം എന്ന് പറഞ്ഞു. അതിനുശേഷം പറയണമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ മാപ്പ് കൊടുക്കത്തില്ല. അതെന്താ കൊടുക്കാത്തത്? അത് എന്നെ വിളിച്ചല്ലേ, ഞാൻ കൊടുക്കൂല. ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ച് ഈ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച കേസ് അതിൻ്റെ കാര്യം എന്തെങ്കിലും തീരുമാനമായോ എന്ന് 2 ദിവസം മുന്നേ വിളിച്ച് ചോദിച്ചപ്പോൾ രേണുസുതി പറഞ്ഞു എനിക്ക് 2 ദിവസം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മാത്രമുള്ള വിവാദം പുറത്തായോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് ഇറ്റ്സ് റോങ്. പക്ഷേ അത് രേണുസുതി മാപ്പ് കൊടുത്തു കഴിഞ്ഞാലേ അക്ബറിന് അവിടെ തുടരാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ രേണുസുതി അലിഞ്ഞ് വന്നതാണ്. അപ്പോഴാണ് ഇന്നലെ രാത്രി ഷാരിക കത്തിച്ച് വിട്ടത്. നീ ആയതുകൊണ്ടാണ് അത് ക്ഷമിച്ചത്. ഞാനാണെങ്കിൽ ജന്മത്തെ ക്ഷമിക്കില്ല. അപ്പൊ രേണുസുതി അപ്പൊ ഞാൻ വ്യക്തിത്വം ഇല്ലാത്തവളായ ക്ഷമിക്കില്ല. ഞാൻ അവനോട് ക്ഷമിക്കില്ല. ഞാൻ അവനോട് എന്ത് വന്നു കഴിഞ്ഞാലും ക്ഷമിക്കില്ല. അങ്ങനെ പിടിയാലേ നിൽക്കുകയാണ് രേണുസുതി. നമുക്ക് കണ്ടു തന്നെ അറിയാം ക്ഷമിക്കുമോ ഇല്ലയോ, അക്ബറിനെ പുറത്താക്കോ തുടരുമോ എന്നൊക്കെയുള്ളത്. എന്തായാലും പുറത്തൊന്നും ആക്കൂലാന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. പിന്നെ ഇനി അടുത്ത വിഷയമാണ് ഈ പറഞ്ഞ പോലെ അപ്പാനി ആര്യനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് പറയുകയാണ്. കറക്റ്റ് വ്യക്തമായിട്ട് പറയുന്നില്ല. CRUSH ക്രഷ്. ഒരാൾക്ക് ക്രഷ്. ആരോട്? എന്നോട്. ഞാൻ അങ്ങോട്ട് തിരിച്ച് കാണിക്കാൻ പോയാൽ എനിക്ക് ഭാര്യ മക്കളൊക്കെ ഇല്ലേ. പക്ഷെ ഒരാൾക്ക് എന്നോട് ക്രഷ് എന്തെങ്കിലും ആരെന്ന് അപ്പാനി പറയുന്നുണ്ട്. പക്ഷെ അത് തിരിഞ്ഞെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ലവ് കണ്ടന്റുകളുടെ ഒരു ആരംഭം എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ആര്യനും ജിസേലും കൂടെ ആയിട്ടുള്ള ഒരു കോംബോ വരുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കാരണം 2 പേരും ഹിന്ദിക്കാരാണ്. അവിടെ നിന്ന് ആര്യനും എനിക്ക് തോന്നുന്നു ഹിന്ദി ആയിട്ട് എന്തൊക്കെയോ കണക്ഷൻസ് ആര്യനും ഉണ്ട്. അപ്പൊ ആര്യനും ജിസേലും കൂടെ ആയിട്ടുള്ള ഒരു ലവ് കോംബോയ്ക്ക് ആയിരിക്കുമോ ഇത്തവണ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഏതെങ്കിലും ലവ് കോംബോസ് വരുമോ? പിന്നെ ഇന്നലെ ഞാൻ കുറേ കമന്റ്സ് കണ്ടു. ഷാനവാസിന്റെ PR ആണ് ഞാനെന്ന് പറഞ്ഞിട്ട്. അയ്യോ ഈ വർഷവും ഞാനിങ്ങനെ ആലോചിക്കാം, ഇത്തവണ ആരും എന്നെ PR എന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. നിങ്ങൾ ഇന്നലെ ഒരു ദിവസമാണ് ആ ഷാനവാസിനെ കുറിച്ച് നല്ല ഒരു കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ച എടുത്തിട്ട് അലക്കലായിരുന്നു മാനിപ്പുലേഷൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ അപ്പാനിയുടെയും ഈ പറഞ്ഞ നമ്മുടെ അക്ബറിനെ ഗെയിം കീറി വിട്ട സാധനം സംസാരിച്ചപ്പോൾ PR ആയി. കൊള്ളാം, എന്തായാലും നല്ല രീതിക്ക് നടക്കട്ടെ. ലൈവിൽ വേറെ വിശേഷങ്ങളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നില്ല. അനീഷ് കണ്ണട വയ്ക്കാതിരിക്കുവാണ്. ഒരു കണ്ണ് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഫുഡിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ സംസാരങ്ങൾ, കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല. സത്യം പറയല്ല, കണ്ടന്റ് ഇല്ല. ഭയങ്കര മോശമാണ്, ഭയങ്കര ലാഗാണ്. ഇനി എന്തെങ്കിലും മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാലേ കണ്ടെന്തെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈച്ചയാട്ടി ഇരിക്കേണ്ടി വരും. അടുത്ത ലൈവ് അപ്ഡേറ്റോട് വരാൻ വിശേഷമായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.